നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് കാർലോ അഞ്ചലോട്ടിയെ ഇന്നലെ ഒഫീഷ്യലി അൺവീൽ ചെയ്തല്ലോ. അദ്ദേഹം പിന്നെ മാധ്യമങ്ങളെ കണ്ടു, ടീം പ്രഖ്യാപിച്ചു, മാധ്യമങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആരാധകർക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ബ്രസീലിയൻ ആരാധകർക്ക്. നമുക്കറിയാം ബ്രസീൽ ഫുട്ബോൾ ടീമിനോടുള്ള ആരാധകരുടെ ഒരു അടങ്ങാത്ത അഫെക്ഷൻ. അത് പക്ഷേ ഇപ്പോൾ ബ്രസീലിൽ അത്രത്തോളം ശക്തമല്ല എന്നുള്ളതാണ് സമീപകാലത്തെ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. ബ്രസീൽ മാധ്യമങ്ങൾ നോക്കിയത് മനസ്സിലാവും. പലരും ടീമിൽ നിന്ന് അകന്നു, ടീമിൻ്റെ മോശം പ്രകടനങ്ങളിൽ അവരാകെ ഫെഡപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭമാണ്. അപ്പോഴാണ് ആഞ്ചലോട്ടി ടീമിൻ്റെ കോച്ചായിട്ട് എത്തുന്നത്. അപ്പോൾ ആഞ്ചലോട്ടി ബ്രസീൽ ഫാൻസിനോട് പറയുന്ന മെസ്സേജ് വിശ്വാസം, ബിലീഫ്, ട്രസ്റ്റ് ആൻഡ് അഫെക്ഷൻ. അതെല്ലായ്പ്പോഴും ബ്രസീലിലെ ജനങ്ങൾ, ബ്രസീലിയൻ ജനത ഈ ടീമിനോട് കാണിച്ചിട്ടുണ്ട്, ഈ ജേഴ്സിയോട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊരിക്കലും വിട്ടുകൊടുക്കരുത്, തോൽവി സമ്മതിക്കരുത്, നെവർ ഗിവ് അപ്പ്. ഫാൻസ് ഈ ഒരു ഘട്ടത്തിൽ, ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഫാൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം അതെല്ലായ്പ്പോഴും നിങ്ങൾ ദേശീയ ടീമിനോട് കാണിച്ചിട്ടുണ്ട്. അത് വളരെയധികം വിലമതിക്കാനാവാത്തതാണ് എന്ന് കാർലോ അഞ്ചലോട്ടി പറയുന്നു. അത് കാസമിറോ ടീമിലെടുത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞെത്തുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. കാസമിറോ വളരെ മികച്ച രൂപത്തിലുള്ള ടാലൻ്റാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, സാക്രിഫൈസ് ചെയ്യാനുള്ള തയ്യാറ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എല്ലാം ടീമിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നത് അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതിന് ടീമിനുള്ളിലും പുറത്തും നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ബ്രസീലിയൻ ജനതയ്ക്ക് ഈ ടീമിനെ ഒരുപാട് സഹായിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. ആരാധകരുമായിട്ട് ഇടയ്ക്കെവിടെയോ മുറിഞ്ഞു പോയ ഒരു ബന്ധം വീണ്ടും സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ബ്രസീൽ ടീമിൽ കാർലോ അഞ്ചലോട്ടി ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.